എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നാടൻ രീതിയിലുള്ള നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണിന്ന്. എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ. ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. സവാളയോ തക്കാളിയോ ഒന്നും ചേർക്കാതെ എങ്ങനെയാണ് നമുക്ക് ഈ കറി ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് വറ്റൽമുളക് വേവിച്ചെടുക്കണം. അതിനാവശ്യമായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 15 മുതൽ 20 വരെ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചൂടാറിയതിനു ശേഷം ഇത് നന്നായിട്ട് അരച്ചെടുത്ത് നമ്മൾ ഏത് പാത്രത്തിലാണോ ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളെടുക്കുന്ന ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് മുളകിൻ്റെ അളവിലും മാറ്റം വരുത്താവുന്നതാണ്. ഇത് കാശ്മീരി മുളകായതുകൊണ്ട് അധികം എരിവൊന്നും ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് ചിക്കനും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കൈപ്പിടി നിറയെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില എത്ര ചേർക്കുന്നുവോ അത്രയും ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ കറിക്ക് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണേ. ഇതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ മുളകിൻ്റെ എരിവ് ബാലൻസ് ആയിട്ട് നിൽക്കും. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് വരെ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഈ പാത്രം അടുപ്പിൽ വെച്ചിട്ട് ചിക്കൻ നല്ലതുപോലെ നമുക്ക് വേവിച്ചെടുക്കാം. അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണേ. നമ്മുടെ ചിക്കൻ വേവുന്നത് വരെ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തു കൊടുക്കാം. ഇതൊരു കുറുകിയിട്ടുള്ള കറിയാണ്. നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പക്ഷെ ഇതിങ്ങനെ തന്നെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നുന്നത്. ചിക്കൻ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി ഡ്രൈ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം തുറന്നു വെച്ച് വറ്റിച്ചാൽ മതി. ഈ ഒരു പാകത്തിനാണ് നമുക്ക് കറി കിട്ടേണ്ടത്. വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. പൊറോട്ടയുടെയോ പത്തലിൻ്റെയോ നെയ്ച്ചോറിൻ്റെയോ ഒക്കെ കൂടി നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. ഈ ഒരു കറി ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാം. ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും ഷെയറും ചെയ്യണേ. ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. താങ്ക്